നമ്മളിന്ന് പറയാൻ പോകുന്നത് പെർഫോമൻസ് അപ്രൈസലിനെ പറ്റിയാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഇൻ വിച്ച് the personality and performance of an employee is assessed by the supervisor or manager against predefined standards such as knowledge of the job, quality and quantity of output, leadership abilities, attitude towards work, attendance, cooperation, judgment, versatility, health, initiative. അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഒരു എംപ്ലോയി ഓഫീസിൽ ചെയ്യുന്ന ജോലി അതിൻ്റെ ഒരു അസസ്മെൻറ്റാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അപ്രൈസ് ചെയ്യുന്നത്? ദ പേഴ്സണാലിറ്റി ആൻഡ് പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി വിൽ ബി അസസ്ഡ്. സോ അഗെയിൻസ്റ്റ് സർട്ടൺ പ്രീഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർ മെഷേഴ്സ്. ഏതൊക്കെ രീതിയിലായിരിക്കണം അസസ് ചെയ്യേണ്ടത്? റിഗാർഡിംഗ് ഹിസ് നോളജ് ഓഫ് ദ ജോബ്, ജോലി എത്രത്തോളം അറിയാം. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, എത്രമാത്രം അത് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ലീഡർഷിപ്പ് എബിലിറ്റി ഉണ്ട്. വാട്ട് ഈസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്, ജോലിയോടുള്ള സമീപനം. അറ്റൻഡൻസ്, കൃത്യമായി വരാറുണ്ടോ. കോപ്പറേറ്റിംഗ് വിത്ത് അതേഴ്സ്, ജഡ്ജ്മെൻറ്റ്, വേഴ്സറ്റാലിറ്റി, പലതരം കഴിവുകൾ, ഹെൽത്ത് ഉണ്ടോ, ഇനിഷ്യേറ്റീവ്. ഇത്രയും കാര്യങ്ങൾ അസസ് ചെയ്യുന്നത് സൂപ്പർവൈസറോ മാനേജറോ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഇൻ വിച്ച് ദ പേഴ്സണാലിറ്റി ആൻഡ് പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി ഈസ് അസസ്ഡ് ബൈ സൂപ്പർവൈസർ ഓർ മാനേജർ against predefined standards such as knowledge of the job, quality and quantity of output, leadership abilities, attitude towards work, attendance, cooperation, judgment, and so forth. And what are the objectives of performance appraisal? To promote the employees on the basis of performance and competence. പെർഫോമൻസിൻ്റെയും കോമ്പീറ്റൻസിൻ്റെയും ബേസിസ് എംപ്ലോയീസിനെ ജോലിയിൽ പ്രമോഷൻ കൊടുക്കാൻ. To identify the requirement for training and development of employees. ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്നറിയാൻ. To provide confirmation to those employees who are hired as probationary employees. പ്രൊബേഷണറിയെ, സ്ഥിരം നിയമിതരല്ലാത്ത ആൾക്കാർക്ക് സ്ഥിരമായി നിയമനം കൊടുക്കാനും നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാറുണ്ട്. To take a decision regarding the hike or increase in employees' wage. ശമ്പളം കൂട്ടിക്കൊടുക്കാനും പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാറുണ്ട്. ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. സുപ്പീരിയറും സബോർഡിനേറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനും പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നു. ടു ഹെൽപ്പ് എംപ്ലോയീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് വേർ ദേ സ്റ്റാൻഡ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ തങ്ങൾ എവിടെയാണെന്ന് ഒരു എംപ്ലോയിക്ക് സ്വയം മനസ്സിലാക്കാനും പെർഫോമൻസ് അപ്രൈസൽ സഹായകമാണ്. അടുത്തത്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ? ഫസ്റ്റ് വൺ ഈസ് 360 ഡിഗ്രി അപ്രൈസൽ. 360 ഡിഗ്രി അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിയെ പല ആൾക്കാർ അപ്രൈസ് ചെയ്യുന്നു. ആരൊക്കെ ആയിരിക്കാം? അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ, അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സ്, കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണെങ്കിൽ കസ്റ്റമേഴ്സ്, മറ്റൊരു കൺസൾട്ടൻസി, ഇനി സ്വയം ഹിംസെൽഫ് സെൽഫ് അപ്രൈസലുമുണ്ട്, കൂട്ടുകാർ പിയർ ഗ്രൂപ്പ് അപ്രൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഇടത്തു നിന്നും ഒരാളെ അപ്രൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ 360 ഡിഗ്രി അപ്രൈസൽ എന്നാണ് പറയുന്നത്. ഇഫ് ആൻ എംപ്ലോയി ഈസ് അപ്രൈസ്ഡ് ബൈ ഹിസ് സൂപ്പർവൈസേഴ്സ്, പിയേഴ്സ് മീൻസ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, co-workers or subordinates, customers or himself or any other consultants, that type of appraisal is known as 360 degree appraisal. It is a systematic assessment of an employee regarding his performance. So if an employee is assessed by his supervisors, his peers or co-workers, subordinates, customers or himself or his consultants, then it is known as 360 degree appraisal. മറ്റൊരു അപ്രൈസൽ
supervisor appraisal. When an employee is appraised by his supervisor. ഒരു എംപ്ലോയിയെ തൻ്റെ തൊട്ട് മേലുദ്യോഗസ്ഥൻ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സൂപ്പർവൈസർ അപ്രൈസൽ എന്ന് വിളിക്കുന്നു. When an employee is when an employee's performance is appraised by his supervisor, it is known as supervisor appraisal. ഇനി പിയർ അപ്രൈസൽ എന്ന് വെച്ചാൽ കൂടെ ജോലി ചെയ്യുന്നവർ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. When an employee's performance is evaluated by his co-employees or co-workers, then it is known as peer appraisal. മറ്റൊരു അപ്രൈസൽ സബോർഡിനേറ്റ് അപ്രൈസൽ. Subordinates may be asked to evaluate the performance of an employee. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ സീനിയേഴ്സ് അല്ല അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സബോർഡിനേറ്റ് അപ്രൈസൽ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഐഡൻറ്റിഫൈങ് കോമ്പീറ്റൻറ്റ് സുപ്പീരിയേഴ്സ്. ഒരു എംപ്ലോയിയെ തൻ്റെ സബോർഡിനേറ്റ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയിയുടെ പെർഫോമൻസ് സബോർഡിനേറ്റ്സ് അപ്രൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സബോർഡിനേറ്റ് അപ്രൈസൽ എന്ന് പറയുന്നു. മറ്റൊന്ന് സെൽഫ് അപ്രൈസൽ. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് അപ്രൈസ് ഹിസ് പെർഫോമൻസ് ഇറ്റ് ഈസ് നോൺ ആസ് സെൽഫ് അപ്രൈസൽ. ഒരു എംപ്ലോയി തന്നെ തൻ്റെ സ്വന്തം പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ അതിനെ സെൽഫ് അപ്രൈസൽ എന്ന് വിളിക്കുന്നു. ഈ അപ്രൈസലും വളരെയധികം ഓഫീസുകൾ ചെയ്യുന്നതാണ്. നല്ലധികം കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു അപ്രൈസലും കൂടിയാണ്. When an employee himself evaluate his work performance, it is known as self appraisal. മറ്റൊന്ന് കസ്റ്റമർ ആൻഡ് അതർ റിലേറ്റഡ് പാർട്ടീസ് അപ്രൈസൽ. ഇപ്പോൾ ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ when an employee's performance is assessed by customers, it is known as customer appraisal. ഒരു കസ്റ്റമർ എന്തൊക്കെയായിരിക്കാം ഒരു എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? A customer can evaluate the performance of an employee using certain standards such as employee's behavior, promptness, speed in doing the job and accuracy. കസ്റ്റമർ എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യും? ഒരു എംപ്ലോയിയുടെ കസ്റ്റമറിനോടുള്ള ബിഹേവിയർ, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, പ്രോംപ്റ്റിനെസ്, സ്പീഡ് ഇൻ ഡൂയിങ് ദ ജോബ്, പെട്ടെന്ന് ജോലി തീർത്തു കൊടുത്തോ, കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു, ആക്യുറസി. ഇതെല്ലാം ബേസ് ചെയ്ത് കസ്റ്റമർ ഒരു എംപ്ലോയിയുടെ ജോലി അല്ലെങ്കിൽ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കസ്റ്റമർ അപ്രൈസൽ എന്ന് പറയുന്നു. മറ്റൊന്ന് കൺസൾട്ടൻസ് ആണ്. ഈ മേൽപ്പറഞ്ഞ ഒരു അപ്രൈസലും യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഓഫീസിൻ്റെ പുറത്തു നിന്നും ഒരു ഏജൻസിയെ അപ്പോയിൻറ്റ് ചെയ്ത് അവർ കുറച്ച് കാലം ഈ എംപ്ലോയിയെ നിരീക്ഷിച്ചതിന് ശേഷം നടത്തുന്ന റേറ്റിങ്ങിനെയാണ് നമ്മൾ കൺസൾട്ടൻസി എന്ന് പറയുന്നത്. ദേ ആർ ട്രെയിൻഡ് റേറ്റേഴ്സ് ഹു ആർ അപ്പോയിൻറ്റഡ് വെൻ എംപ്ലോയീസ് ഡു നോട്ട് ട്രസ്റ്റ് സെൽഫ് അപ്രൈസൽ ഓർ പിയർ അപ്രൈസൽ ഓർ സബോർഡിനേറ്റ് അപ്രൈസൽ. Consultants observe the employees at work for a long period before rating. ധാരാളം കാലം അല്ലെങ്കിൽ കുറച്ച് കാലം നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് ആണ് കൺസൾട്ടൻസി ചെയ്യാറുള്ളത്. അത് ഔട്ട്സൈഡ് ഓർഗനൈസേഷനിൽ നിന്നാണ് കൺസൾട്ടൻസി വരാറുള്ളത്. കൺസൾട്ടൻസ് എന്ന് പറയുമ്പോൾ ദേ ആർ ട്രെയിൻഡ് റേറ്റേഴ്സ് ഫോർ അപ്പോയിൻറ്റഡ് വെൻ എംപ്ലോയീസ് ഡോ നോട്ട് ട്രസ്റ്റ് self-appraisal or peer appraisal or any other type of appraisal. Consultants observe the employees at work for a long period before rating. ഇത്രയുമാണ് മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലും പറഞ്ഞു. പിന്നീട് എന്താണ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. മെത്തേഡ്സിൽ 360 ഡിഗ്രി ഉണ്ട്, പിന്നെ പിയർ അപ്രൈസൽ ഉണ്ട്, സബോർഡിനേറ്റ് അപ്രൈസൽ, സുപ്പീരിയർ അപ്രൈസൽ, സെൽഫ് അപ്രൈസൽ ആൻഡ് കൺസൾട്ടൻസി. ഓക്കെ.